യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യം. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നിവൃത്തിയാകുവാനിട വന്നു. इसी प्रकार परमेश्वर का वचन में लिखा है और परमेश्वर का वचन में 38 कलम में लिखा है, उसने एकता का वचन पूरा और हो जो उसने कहा है, हे प्रभु हमारे समाचार का किसने विश्वास किया है? ആമേൻ, സ്തോത്രം. ഇവിടെ യെശയ്യാ പ്രവാചകന് ക്രിസ്തുവിനെ കുറിച്ച് കിട്ടിയ വെളിപ്പാട്. प्रकट हुआ है. ഇവിടെ യെശയ്യാ പ്രവാചകന് ക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച ഒരു ഉന്നത വെളിപ്പാടാണ്. Praise the Lord. और यहाँ बार യെശയ്യാ Praise the Lord. ഇവിടെ യെശയ്യാ പ്രവാചകൻ യേശു കർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയപ്പോൾ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതാണ്, കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യെശയ്യാ ने इसी प्रकार कहा, हमने जो सुनाया है कौन जो विश्वास किया है? യെശയ്യാ പ്രവാചകന് ക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച പ്രവചന പ്രയോഗ പേരുകളുണ്ട്. और യെശയ്യാ को प्रभु यीशु मसीह के बारे में जो प्रकाशन मिला है काम वो प्रस्तुत करता है. ആമേൻ. വിശുദ്ധ വഴി, ഇമ്മാനുവേൽ, ഇളയ തൈ, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, അനവധി പ്രവചന പ്രയോഗ പേരുകൾ യേശു കർത്താവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. प्रभु यीशु मसीह के बारे में യെശയ്യാ भविष्यवक्ता ने कई प्रकार का भविष्यवाणियां जो किया है, वो पराक्रमी परमेश्वर, सनातन परमेश्वर और उसके बारे में, और യെശയ്യാ भविष्यवक्ता ने बहुत सारे भविष्यवाणियां जो किया है. യെശയ്യാവ് 53-ാം അധ്യായത്തിന്റെ 1-2 വാക്യം മുതൽ കാണുന്നുണ്ട്, കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും വളരും. Praise the Lord. Praise the Lord. हमारे യെശയ്യാ का भविष्यवक्ता का पुस्तक में हमने 12 अध्याय उसका जो 37 और 38 कलम से आमल का, हे प्रभु हमारा समाचारों को किसने विश्वास किया और प्रभु का भुजबल किस पर प्रकट हुआ है ये, और इस कारण विश्वास ना कर सके करके യെശയ്യാ ने भविष्यवाणी किया. ആമേൻ. ഇവിടെ സ്തോത്രം. കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ആമേൻ. ആ ഒരു വിഷയത്തോടനുബന്ധിച്ച് ആമേൻ ഇന്ന് രാത്രി നാം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. काल में आपके सामने जो बात करने वाला वचन है, हे प्रभु का भुजबल किस पर प्रकट हुआ है? ആമേൻ. 51 യെശയ്യാ 51-ന്റെ 9-10 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴങ്ങളിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തവൻ നീയല്ലയോ? और यहाँ पर യെശയ്യാ का पुस्तक उसका 51 अध्याय उसका 9 कलम से इसी प्रकार लिखा है, ये यहोवा का भुजा जा जा और बल धारण कर, जैसे प्राचीन काल में और बीती हुई पीढ़ियों में वैसे ही अभी जा. क्या तू वही नहीं है जिसने रब को टुकड़े टुकड़े किया था, जिसने अजगर को छेदा
और ये 51 यशायाह 9 कलम में लिखा है। ആമേൻ. ഇവിടെ യെശയ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. यहाँ पर यशायाह की एक प्रार्थना है। ആമേൻ. യെശയ്യാവ് പറയുക, യഹോവയുടെ ഭുജമേ ഉണരുക, പൂർവ്വകാലത്തെ പോലെ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുണരണമേ. यहाँ पर यशायाह का एक प्रार्थना है। यशायाह इसी प्रकार प्रार्थना करता है, हे परमेश्वर का भुजा जाग और प्राचीन काल जैसे हमें एक समय ऐसा परमेश्वर आप हमें दे करके वो प्रार्थना करते हैं। പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് പ്രാർത്ഥിക്കുന്ന രണ്ട് പ്രാർത്ഥനയുണ്ട്. ആവലോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് യെശയ്യാവ് 64 അധ്യായം. और यशायाह उसका 64 अध्याय में बहुत दिल से वो प्रार्थना किया हुआ एक प्रार्थना उसका 64 अध्याय में भी हम देखते हैं। ആമേൻ. 64 അധ്യായം 1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, വായിക്കേണ്ട, ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. അയ്യോ യഹോവേ, ജാതികൾ തിരുമുൻപിൽ വിറയ്ക്കത്തക്കവണ്ണം തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകത്തക്കവണ്ണം നീ ആകാശം കീറി മുറിച്ചിറങ്ങി വരണമേ. और यशायाह उसका 64 अध्याय में इसी प्रकार दूसरे प्रार्थना है, भला हो कि तू आकाश को फाड़ कर उत्तर आए और पहाड़ तेरे सामने कांप उठे, जैसे आग जाट खाड़ को जला देती थे और जल को उबालती है, उसी रीति में तू अपना शत्रुओं को अपना नाम ऐसा प्रकट करे, जाति आदि का लोग प्रताप से कांप उठे करके उसने प्रार्थना करते हैं। ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ ആമേൻ ഈ സൂം മീറ്റിംഗിൽ ആയിരിക്കുന്ന ദൈവ പൈതലേ, നമുക്ക് പറയാം, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമെന്ന് ആവലോടൊന്ന് പ്രാർത്ഥിക്കാം. आज कौन प्रार्थना उसी प्रकार करेगा, हे प्रभु हमारे लिए जाग उठे, हे प्रभु हमारे लिए आप उतर कर आ जाए, और इसी प्रकार आज हम प्रार्थना करें। ആമേൻ. സ്തോത്രം. കർത്താവ് ആകാശത്തെ കുറിച്ച് ഒത്തിരി വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഭക്തൻ കരഞ്ഞാൽ, എന്റെ കർത്താവ് ആകാശം കീറി മുറിച്ചിറങ്ങി വരും. आकाश के बारे में बहुत कुछ परमेश्वर ने बताया, मगर एक भक्त और नहीं तो भक्ति करने वाले एक बहन प्रार्थना करने से परमेश्वर आकाश को फाड़ कर नीचे उतर कर आ जाते हैं। ഒരിക്കൽ ആമേൻ ഞങ്ങൾ ഈ വചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കിട്ടിയ ഭയങ്കരമായ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, അത്ഭുതത്തിന്റെ സാക്ഷ്യമുണ്ട്. क्योंकि हमने इस वचन को और हमारे मुंह से उच्चारण करके प्रार्थना करते हुए हमें मिला हुआ जवाब है, उत्तर है। ഒരിക്കൽ സ്തോത്രം ഞങ്ങൾ ഹൈറേഞ്ചിലൊക്കെ ആയിരുന്നു. ഹൈറേഞ്ചിൽ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്ന്, നാട്ടിൽ ഞങ്ങളുടെ സ്തോത്രം കൊട്ടാരക്കര ദേശത്ത് ഞങ്ങൾ കുണ്ട്രയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പുതിയ പ്രവർത്തനം തുടങ്ങി. ദൈവത്തെ ആരാധിക്കുന്ന സമയം ആമേൻ ഭവനത്തിനകത്ത് വളരെയധികം പട്ടിണിയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. और पहले परमेश्वर का दासी और परिवार और केरला का जो पहाड़ी एरिया में रहते थे वहां से और कोल्लम जिला में कुंड्रा करके एक जगह पर आकर सेवा करने लगी। उस समय में बहुत बड़ा तकलीफ और बहुत दुष्काल की अवस्था से और भूखे रहने की अवस्था से उनको गुजारना पड़ा था। ആമേൻ. ഞങ്ങൾ ആ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ആമേൻ കുഞ്ഞുങ്ങൾ, സാധാരണ മാതാപിതാക്കൾ പട്ടിണി കിടന്നാലും തലമുറകളുടേതായ ശൂന്യത കണ്ട് വളരെയധികം വേദനപ്പെട്ട് ചില നിമിഷങ്ങൾ ദൈവസന്നിധി കരയാൻ ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കി കരയുക, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണമേ. നീതിമാൻ കൈ നീട്ടേണ്ടി വന്നാലും തന്റെ സന്തതിയെ കർത്താവ് ആഹാരം ഇറക്കുവാൻ വിടുന്ന ദൈവമല്ലല്ലോ എന്ന് ദൈവസന്നിധി കരഞ്ഞു. क्योंकि हम लोग परमेश्वर के बस में रो कर उसी प्रकार प्रार्थना किया, परमेश्वर तेरा संतान कभी भूखे रहना आप नहीं देते हैं, और हम उसी अवस्था में आया, इस जगह पर रहने के लिए आया, सेवा करने के लिए आया, मगर इस समय में परमेश्वर हमारे लिए आकाश फाड़ कर अब उत्तर कर आ जाओ करके हमने परमेश्वर से प्रार्थना किया। ആമേൻ. ഞങ്ങൾ സ്തോത്രം. ഒരു ദിവസം ഉച്ചയ്ക്ക്, ഒരു ശനിയാഴ്ച ദിവസം തന്റെ ദാസൻ ഒറ്റയ്ക്ക് വിസിറ്റിങ്ങിന് പോയിട്ട് മടങ്ങി വരുന്നു. ഞാനും കുഞ്ഞുങ്ങളുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ആയി തീർന്നു. और हम लोग जैसे प्रभु का दास अकेला बाहर किसी को मुलाकात करने के लिए गया, उस समय में हमें भोजन के लिए कुछ भी नहीं था। उस अवस्थे में मैंने इसी प्रकार आशा रखी थी, प्रभु का दास जब आते समय में उनके हाथ में कम से कम कोई बिस्किट तो होगा करके सोचकर, और उसी प्रकार हम रहने के समय में जैसे दिल के अंदर उबाले हुए अवस्था में रहने के समय में इच्छा रखकर इसी प्रकार हम प्रार्थना किया, बाकी उनके हाथ में कुछ भी नहीं था। Praise the Lord. Hallelujah. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ വാതിൽക്കൽ വന്ന് ആമേ സ്തോത്രം ഇങ്ങനെ മുട്ടുക. ഞങ്ങൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള വീട് ആന്റിയുടെ ഭർത്താവും മക്കളും ഒക്കെ സൗദിയിലാ. ആമേ സ്തോത്രം. തന്റെ ദാസി വാതിൽ മുട്ടി ഞങ്ങൾ വാതിൽ തുറന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞു. അവർക്ക് വരാൻ പറ്റി. ആമേൻ. അവർക്ക് വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് വീട്ടിൽ വരുത്തി. ആഹാര സാധനം എല്ലാം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, ഈ ആഹാര സാധനം എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. और उस समय में और जो एक हमारा पड़ोस है, एक बहन आकर हमारे घर पर और दरवाजे पर खटखटाना शुरू किया। हमने और उनसे पूछा क्या है, तभी उसने बोलने लगा और उनका पति तो विदेश में है, मगर उनका घर में कोई मेहमान आने वाला था, इसलिए उनके लिए बहुत सारे भोजन होटल से हमने ऑर्डर किया था और सब खाना पीना सब घर में आया, बल्कि मेहमान तो आया नहीं, इसलिए हम क्या करेंगे, उस भोजन आपके लिए हम लेके आओ, इसलिए पूछने के लिए आया करके बोला। ആമേ സ്തോത്രം. ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന ആന്റി തന്റെ ആമേ കുഞ്ഞുങ്ങളും അവന് കടന്നുപോയി എല്ലാ ആഹാര സാധനവും വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ദിവസമർത്ഥമായ ആഹാരം തന്റെ ദാസി കടന്നുപോയി. ഞങ്ങൾ വാതിൽ കുറ്റിയിട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു, ഇത് ഗസ്റ്റിന് വേണ്ടി ഓർഡർ ചെയ്തതല്ല, ഇത് ഗസ്റ്റിന് വേണ്ടി വരുത്തിയതല്ല, കരയുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കർത്താവ് കരുതിയതാ. और ये बहन साहब जो सा खाना पीना सब लेकर आया और चली गई। फिर हम परमेश्वर से इसी प्रकार कहा, और हे परमेश्वर, उस गेस्ट के लिए, वो मेहमान के घर में आते हैं, उनके लिए आपने तैयार नहीं किया, और हकीकत में परमेश्वर का भक्तों के लिए उनके जरूरतों को जानकर परमेश्वर ने तैयार किया, कभी हमारी जिंदगी में खाया नहीं उसी प्रकार का और खाना और हमारे लिए जो दिया गया है। ആമേ. കരിത്തോട്ടിലെ വെള്ളം വറ്റും, കാക്കയുടെ വരവ് നിൽക്കും, ഉയരത്തിലെ ശക്തി ഇന്നും നിന്ന് പോയിട്ടില്ല. ഇന്നും നമുക്ക് വേണ്ടി വരുമോ? അതെ, നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമുക്ക് ശക്തമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. और किरीत का नाले का पानी सूख जाएगा और सारा भाग का और जो घर में जो रोटी वो भी शायद बंद हो जाएगा, मगर क्या परमेश्वर भक्तों के लिए प्रभु का हाथ कभी छोटा नहीं होगा, मगर उनके लिए परमेश्वर जरूर कार्य करेगा। ആമേൻ. നാം വായിച്ച വാക്യത്തിലേക്ക് വരാം. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. और हमने जो वचन पढ़ा था उसमें हम वापस हम आएंगे, और उसका जो यूहन्ना का 12 अध्याय का उसका जो और 38 जो वचन है, 38 कलम है, वहां बल का प्रभु का भुजबल किस प्रकार प्रकट हुआ है, इस कारण विश्वास ना कर सके, क्योंकि यशायाह ने कहा है। और മോശയും ഇസ്രായേൽ ജനവും ചെങ്കടലിന്റെ കരയിൽ നിൽക്കുമ്പോൾ അവരെ മുൻപോട്ട് വിടാത്ത രഹബിന്റെ ശക്തി, അവരെ മുൻപോട്ട് വിടാത്ത മഹാസർപ്പത്തിന്റെ ശക്തി ഇറങ്ങി വെട്ടിയതും ഇറങ്ങി കുത്തിയതും യഹോവയുടെ ഭുജമേ നീയാ. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണരണമേ. വിരോധമായി നിൽക്കുന്ന രഹബ്, ഞങ്ങളുടെ ഉയർച്ചയ്ക്ക്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക്, ഞങ്ങളുടെ വാക്തത്തിന് വിരോധമായി നിൽക്കുന്ന രഹബിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അതിനെ ഇറങ്ങി വെട്ടണമേ. अरे हम परमेश्वर है, मूसा की ओर से परमेश्वर के लोग
और मिस्र देश से कनान देश की ओर जाने का समय में उनके लिए कई प्रकार की मुसीबतें आए हैं। यहाँ पर इसी प्रकार लिखा है, रहब का शक्ति उनको आगे ना जाने देगा, उसके लिए रोका था। और उसी प्रकार अजगर का शक्ति उनको पीछे खींचा था। ये सब शक्तियों को परमेश्वर का भुजा आकर क्या किया था, उसको काट कर नीचे गिराया गया है। वही शक्ति का भुजा है, परमेश्वर का सामर्थ का भुजा। ഹല്ലേലൂയ, ആമേൻ. ഈ ചെങ്കടൽ രണ്ടായതിനെ കുറിച്ച് പ്രവാചകന്മാർക്ക് വ്യത്യസ്ത വെളിപ്പാടാണ് എന്റെ കർത്താവ് കൊടുത്തിരിക്കുന്നത്. और ये लाल समुद्र दो भाग हो गया, उसके लिए परमेश्वर का भविष्यवक्ता के लिए परमेश्वर ने दो प्रकार का जो अभिप्राय जो दिया है। പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ കാണുന്നു, അവൻ അന്ന് രാത്രി മുഴുവൻ മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ചു. और निर्गमन का पुस्तक उसका 14 अध्याय उसका 16 कलम में इसी प्रकार लिखा है, पूरा और आधी रात्रि तक परमेश्वर ने बहुत बड़ा आंधी को भेजकर क्या किया है, उसको सुखाया, उस पानी को सुखाया गया है। അവൻ സ്തോത്രം. ഇവിടെ മോശ മണൽപ്പരപ്പിൽ മുട്ടുമടക്കി ദൈവത്തോട് കരയുക, അപ്പാ എനിക്ക് മുൻപോട്ട് പോകാൻ വയ്യ കർത്താവേ, എനിക്ക് വയ്യ മുൻപോട്ട് പോകാൻ. നീയല്ലേ എന്നെ വിളിച്ചിറക്കിയത്, നിന്റെ ആമ ശബ്ദം കേട്ടല്ലേ ഇറങ്ങിയത് കർത്താവേ. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് ദൈവ ശബ്ദം കേട്ടാ, ഞങ്ങൾ ഈ സ്ഥലത്താക്കിയത് ദൈവമാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരമാ. പക്ഷെ മുട്ടുമടക്കി കരയുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ ഇടപെടലില് ആമേൻ ഇന്ന് രാത്രി കർത്താവ് ഇടപെടുക. ആമേൻ സ്തോത്രം. വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് മുൻപിൽ നിൽക്കുന്ന ചെങ്കടലിന് മുൻപിൽ കരഞ്ഞ അഭിഷക്തൻ. और यहाँ पर हम देखते हैं मूसा किस प्रकार आगे बढ़ेगा, आगे जाएगा करके उसको मालूम नहीं था, इसलिए उस जो रेती के ऊपर उसका घुटना टेकर परमेश्वर के वस्त्र में प्रार्थना किया। उसी प्रकार परमेश्वर ने हमें बोला किस प्रकार हमारे बच्चों का भविष्य होगा, कैसे हम आगे जाएगा, कैसे कैसे काम होगा, हो जाएगा, सोचकर हम रहने के समय पर घुटना टेकर हम प्रार्थना करने के समय में परमेश्वर हाथ हमारे लिए वो बढ़ाकर हमारे लिए उत्तर कराएगा। ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് മോശയോട് ചോദിക്കുക, മോശ മണൽപ്പരപ്പിൽ മുട്ടുമടക്കി കരയുമ്പോ കർത്താവ് ചോദിക്കുക, മോശേ നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുട്ടുമടക്കി കരയുന്ന ദൈവദാസന്മാരും ദൈവമക്കളോടും ഒരുപക്ഷെ കർത്താവ് ഇങ്ങനെ ചോദിച്ചാൽ കർത്താവിന് അറിയത്തില്ലേ നമ്മുടെ വിഷമം? കർത്താവ് ചോദിക്കുക, നീ എന്തിനാ കരയുന്നേ? और मूसा घुटना टेकर प्रार्थना करने के समय में परमेश्वर उनसे पूछा जाता है, हे मूसा तू क्यों रोता है और कौन सा विषय के लिए रोता है? इसी प्रकार हम प्रार्थना करने का समय में परमेश्वर अपने से भी पूछता है, और हम कौन सी विषय के लिए, कौन सी बातों के लिए हम प्रभु के वस्त्र में रोते हैं। ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എന്നിട്ട് മോശയോട് പറയുക, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടി കടൽ മേൽ നീട്ടുക. ആ കാവൽ താൻ കടൽ മേൽ കൈ നീട്ടി അന്ന് രാത്രി മഹാശക്തിയുള്ള ഒരു കാറ്റടിപ്പിച്ചു. यहाँ पर उसका निर्गमन का 14 का 21 में लिखा है, तब मूसा ने अपना हाथ समुद्र के ऊपर बढ़ाया और यहोवा ने रात भर प्रचंड पूर्वाई जो चलाई और समुद्र को दो भाग कर जल ऐसा हटा दिया जिसके बीच में सूखी भूमि हो गई। അവൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെടുക. അവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മുട്ടുമടക്കി കരഞ്ഞില്ലേ? നമ്മുടെ വിഷയം ഏത് വിഷയമായിക്കോട്ടെ, ദൈവസന്നിധി കരഞ്ഞില്ലേ? അകമ്പടി ദൈവത്തോട് നിലവിളിച്ചില്ലേ? ആമേൻ സ്തോത്രം. അതിന്റെ മറുപടിയായി ഒരു പുതിയ പാത, ഒരു പുതിയ തലം, ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കപ്പെടും. അത് പരിശുദ്ധാത്മാവിനായി വിളിച്ചു പറയുക. നമുക്ക് ശക്തമായി ഏറ്റെടുക്കാം. और आज बहुत आत्मा का सामर्थ्य के साथ यहाँ पर मैं पुकार के कहना चाहता हूँ, आप अपना दिल से वो अपना है। पिछले दिवसों में हमने जो प्रार्थना किया है
घुटने टेकर रो रो कर प्रार्थना किया है, उसका उत्तर हमारे जीवन में परमेश्वर दे रहा है, मगर दिल से हम उसको अपना लिए। ആമേൻ സ്തോത്രം. രണ്ടാമത്തത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. उसका दूसरी जो और वचन है, और निर्गमन का पुस्तक 15 अध्याय उसका 8 कलम में 13 नथनों की सांस से जल एकत्र हो गया और धाराएं ढेर के समान जम गई, समुद्र के मध्य में गहरे जल जम गया। അവൻ നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റെടുക്കാം. ഇവർ സ്തോത്രം ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ അവർ അറിയാതെ പാടിയ പാട്ടാണ്. അവര് നേരത്തെ എഴുതി കുറിച്ചോണ്ട് വന്നതല്ല, അവർ അറിയാതെ പാടിയ പാട്ടാണ് ഇപ്പൊ നാം വായിച്ചത്. യഹോവേ, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. और यहाँ बार वो लोग लाल समुद्र पार करने के बाद इसी प्रकार परमेश्वर का और स्तुति करने लगा। तेरे नथनों से सांस जल एकत्र हो गया, धाराएं ढेर के समान थम गई, समुद्र के मध्य में गहरे जल जम गया करके उसने परमेश्वर की स्तुति कर रहे थे। ആമേൻ. ഇന്നലകളിൽ അവർ അനുഭവിച്ച കഷ്ടത, ഇന്നലകളിൽ അവർ അനുഭവിച്ച വേദന, സ്വത്രം ചെങ്കട കരയിൽ അവർ മുട്ടുമടക്കി നിലവിളിച്ച വേദന, എന്നാൽ അടുത്ത സമയം ആ വേദന അതൊരു പാട്ടായി മാറി. അത് വെറും പാട്ടല്ല, അതൊരു ആനന്ദത്തിന്റെ പാട്ട്, അതൊരു സന്തോഷത്തിന്റെ പാട്ടായി മാറി. और यहाँ पर कल तक उसने दुख उठाया है और तकलीफ उठाया है, उस तकलीफ का क्या है और उत्तर कहा, और परमेश्वर ने जो लाल समुद्र को 2 भाग किया, उसका खुशी से उसने परमेश्वर की स्तुति करने का, प्रभु की स्तुति की बात है वहां पर लिखा है। അവേ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇന്നലകളിൽ അനുഭവിച്ച കഷ്ടത, ഇന്നലകളിൽ കരഞ്ഞ വേദന, ഇന്നലകളിൽ തകർന്നു പോയ അനുഭവങ്ങൾ നാളത്തെ ആനന്ദമായി മാറാൻ പോവാ. യെസ്, അവൻ നാളത്തെ സന്തോഷത്തിന്റെ പാട്ടാക്കി എന്റെ കർത്താവ് മാറ്റും. ഇത് ആത്മാവിൽ നമുക്ക് ഏറ്റെടുക്കാം. और कल की हमारी दुख है, कल की हमारी तकलीफ है, कल की हमारे जीवन में हमने अनुभव किया वो पीड़ा, आने वाले दिवसों में हमारे लिए आनंद की बात है परमेश्वर बनाने वाला है। ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച്, ആമേൻ സ്തോത്രം, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് കർത്താവ് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം കാണിക്കാതെ മുൻപോട്ട് വിടത്തില്ലെന്ന് വാദിക്കുന്ന ശക്തികൾ, അതിന്റെ നടുവിൽ കരഞ്ഞ ഒരമ്മയുണ്ട്, കരഞ്ഞ ഒരു പിതാവുണ്ട്, കരഞ്ഞ ഒരു കുടുംബമുണ്ട്. ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നാളുകളൊന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുകയോ. और पिछले दिनों में हमने जो रोया हमारे जीवन का अनुभव है, और बच्चों के लिए माँ ने रोया होगा, परिवार के लिए रोया होगा, ऐसा कुछ अनुभव हमारे जीवन में परमेश्वर ने जो दिया है उसका उत्तर हम प्राप्त कर रहा है। പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ഈ വചനത്തിന്റെ ആഴങ്ങളും ഏറ്റെടുക്ക്. വചനത്തിന്റെ വെളിപ്പാടിൽ കൂടെ കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. परमेश्वर की आत्मा इसी प्रकार कहते हैं, और परमेश्वर बहुत गहरे से कुछ लोगों से बात कर रहा है अपने जीवन के अनुभव। इसलिए आज अपने जीवन में उस वचन को अपना लिया जाए, ताकि उस वचन आपके लिए आशीर्वाद का कारण बनेगा। നാം ആരാധിച്ചു കയറി വരുമ്പോൾ നമ്മുടെ നാവിൽ തരുന്നതായ ദൈവിക വാഗ്ദത്തവും ദൈവിക ആലോചനയും
ദൈവവചനവും നാം എഴുതിയിടണം. ആമേ, ആത്മാവിൽ ബലപ്പെട്ടവർക്ക് എഴുതിയിടാൻ പറ്റൂ. എഴുതിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കഷ്ടതയുണ്ടല്ലോ, നാളത്തെ പാട്ടായി നാം പാടും. और हमारे जीवन में परमेश्वर की आराधना करने के बाद, प्रार्थना करने के बाद, परमेश्वर का जो वायदा है, प्रभु ने हमारे दिया हुआ वचन है, हम लिख के रखना है, ताकि इस वचन आने वाला दिवस का हमारा गीत परमेश्वर के लिए गीत बनेगा. ആമേ, സ്തോത്രം. ഒരു ഒറ്റക്കാരുടെ പകരം കർത്താവ് പ്രേരിപ്പിക്കുന്നോണ്ട് പറയാണ്, ഈ ഇസ്രായേൽ ജനവും മോശ ഇപ്പൊ ചെങ്കടലിന്റെ കര നിൽക്കുക. കർത്താവ് പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് അവർ എത്തിയിട്ടില്ല, അക്കരെ കയറിയിട്ടേ ഉള്ളൂ. പക്ഷേ അവർ പോലും അറിയാതെ അവരെ തകർക്കുവാൻ, വാഗ്ദത്ത ദേശത്ത് എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് ചില ജാതീയ ശക്തികൾ അവർക്കെതിരെ നിന്നു. പക്ഷെ ഇതറിയാതെ ആത്മാവിൽ ആരാധിക്കുന്ന തന്റെ ജനത്തിന്റെ ആരാധനയുടെ ശക്തി ചില ജാതികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇടയായി തീർന്നു. യേശുവിന്റെ നാമത്തിൽ. और यहाँ पर ये लोग केवल और लाल समुद्र को पार किया है, मगर आगे उसको लंबा सफर तो करना है, बल्कि इनके जीवन में आनंद के साथ परमेश्वर का जो स्तुति का गीत है, परमेश्वर का जो वायदा का पूर्तिकरण की परमेश्वर की स्तुति करते हैं, मगर इनको आगे जाना नहीं देगा करके रोकने वाला शक्तियां वहां पर है, बल्कि इनका आराधना का गीत में उनको परमेश्वर ने क्या किया है, आसाद करके उनको आगे जाने के लिए मौका देता है. അതിന്റെ 14-15 വാക്യങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇവർ ഇങ്ങനെ അങ്ങോട്ട് നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ ഇതങ്ങോട്ട് ജാതികൾ അങ്ങോട്ട് കേട്ടിട്ട് അവിടെ പറയുന്നു, ജാതികൾ കേട്ട് നടുങ്ങുന്നു, ഫലസ്തീൻ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. ഏദോമ്യർക്ക് ഭ്രമിച്ചു പോയി, മോവാബ്യർക്ക് കമ്പ പിടിച്ചു, കനാൻ നിവാസികൾ ഒരുങ്ങിപ്പോയി, ഭയവും ഭീതിയും അവരുടെ മേൽ വീണു. क्योंकि ये लोग परमेश्वर की इसी प्रकार आराधना किया, तभी क्या हो गया है, यदि 14, 15, 16 कलम ये और 15 अध्याय का निर्गमन का पुस्तक पढ़ने के समय में वहां पर 14 कलम में लिखा है, देश का लोग सुनकर काम उठेंगे, फलस्तियों को के प्राणों के लाले बढ़ जाएंगे, और एदोम और के अधिपति व्याकुल होंगे, मोआब का पहलवान धरधरा उठेंगे, सबका नाम निवासी होंगे, मन पिघल जाएंगे. സ്തോത്രം. ദൈവമൈതലേ, നാം അന്യഭാഷയിൽ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, കർത്താവിനെ സ്തുതിക്കണം. ഒരുപക്ഷെ മറ്റുള്ളവർ പരിഹസിച്ചോട്ടെ, പക്ഷെ നിന്റെ ആരാധനയുടെ ശക്തി, നിന്റെ ആരാധനയുടെ മഹത്വം നീ പോലും അറിയാതെ നിനക്ക് വിരോധമായുള്ള ഗൂഢാലോചനകൾ, നിനക്ക് വിരോധമായുള്ള അപവാദങ്ങൾ, പരിഹാസങ്ങൾ, നിന്ദകൾ, നിനക്കെതിരെ നിൽക്കുന്ന വ്യക്തികളുടെ മേൽ അവർക്ക് ഭയവും ഭീതിയും അവരുടെ മേൽ വന്നു വീഴും. और हम आराधना करने के समय में हमें निंदा करने वाले लोग हैं, वो निंदा करने निंदा और टट्टा मस्करी करने थे, आराधना करने के समय के वो खोल दिया जाएगा. इसलिए हमारे आराधना प्रार्थना हम बंद नहीं करना. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അവർക്ക് ഭയം വരും, അവർക്ക് ഭീതി വരും, അവർ കമ്പം പിടിക്കും. ആമേൻ, സ്തോത്രം. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രശ്നങ്ങൾ കടന്നു വരും. നാം ആരാധനയിൽ മുന്നേറുക, കർത്താവിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി തീരും. हम परमेश्वर की आराधना करने से परमेश्वर का जो महिमा हमारे जीवन में और उतर कर आएगा. वो लोग क्या करेगा, अन्य जाति के लोग वो काम उठना शुरू करेगा, वो धड़धड़ाते रहेगा. ഒന്ന് കാറ്റടിപ്പിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി. 2 യഹോവയുടെ മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടൽ രണ്ടായി മാറി. 3 106 സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം. 106 സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ ചെങ്കടലിനെ ശാസിച്ചു, അതുണങ്ങിപ്പോയി, അവൻ അവരെ മരുഭൂമിയിൽ കൂടന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. और पहले हमने देखा था परमेश्वर ने एक प्रचंड आंधी को भेजा था, उसको सुखा दिया करके लाल समुद्र. दूसरा हमने
वचन में पढ़ा था, और परमेश्वर का मुंह का जो नाक से निकलने वाला जो श्वास से परमेश्वर ने क्या किया और लाल समुद्र को सुखा दिया। अभी यहाँ पर भजन संगीत 106 का 9 कलम में इसी प्रकार लिखा है, तब उसने लाल समुद्र को और धुड़का और वह सूख गया और उन्हें गहरे जल के बीच में मानो जंगल में से निकाल ले गया। Praise the Lord. ദാവീദിനറിയാം കർത്താവും ദൈവമായവൻ ശാസിക്കേണ്ടതിനെ ശാസിച്ചാൽ വിടുതലാണെന്ന് ദാവീദിനറിയാം. ഇവിടെ ദാവീദിന് കിട്ടി വെളിപ്പാട്. യഹോവ ശാസിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി മാറി. ये परमेश्वर का भक्त दाऊद ने क्या कहा है? ये परमेश्वर का मुंह से निकला हुआ जो डांट से क्या हो गया है, लाल समुद्र 2 भाग हो गया है, उसको परमेश्वर ने सुखा दिया है। ആമേൻ. ഒരിക്കൽ ദാവീദ് യുദ്ധത്തിന് പോയിട്ട് പരാജയപ്പെട്ടു വന്നു. പരാജയപ്പെട്ടപ്പോൾ ആയുധം താത്തു വെച്ചിട്ട് എനിക്ക് വയ്യ കർത്താവേ, ഇനി ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്നല്ല ദാവീദ് പറഞ്ഞത്. और दाऊद एक बार युद्ध में गया था, जब पराजित होने का एक वक्त में उसने कभी भी हथियार नीचे रखकर परमेश्वर में पराजित हो गया, इसलिए मैं अभी आगे युद्ध में नहीं जाऊंगा करके उसका हथियार तो नीचे रखा था। ആമേൻ. സ്തോത്രം. 68 സങ്കീർത്തനം 30 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിലെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാണങ്ങളോട് കൂടെ വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും യഹോവേ നീ ശാസിക്കണമേ. और परमेश्वर का दास दाऊद ने यहाँ पर 68 जो भजन संगीता है उसका 30 कलम में इसी प्रकार लिखा है, नरकटों में रहने वाला बनेले पशुओं का और सांडों के झुंड को और देश देश के बछड़ों को और झिड़क दे, वे चांदी का टुकड़े लिए हुए जो लोग युद्ध से प्रसन्न रहते हैं उनको और उसने तितर बितर किया है। Praise the Lord. ആമേൻ. വല്ലോരുടെയും പശുവിനെയും കാളെ ശാസിക്കാനല്ല ദാവീദ് പറഞ്ഞത്. ഞങ്ങളെ മുൻപോട്ട് വിടാത്ത കാളക്കൂട്ടം, ഞങ്ങളെ മുൻപോട്ട് വിടാത്ത പശുക്കൂട്ടം, അന്ധകാര ശക്തികൾ, അല്ലെങ്കിൽ ചില ജാതികൾ കീഴടങ്ങുന്നത് വരെ കർത്താവേ നീ ശാസിക്കണമേ. और दाऊद ने कभी ये नहीं बोला दूसरे का और जानवर को डांटने प्रभु करके नहीं बोला है। जंगली पशु समान जो कई सारे अंधकार की ताकत है उनको रोकने वाले जो चीजों सामने आने का समय में परमेश्वर से वो प्रार्थना करते, ये परमेश्वर ये अंधकार का ताकत वाला जंगली जानवर जैसे बलशाली होकर आने वाला इन चीजों को परमेश्वर आका आप उसको ढांट दे। Praise the Lord. സ്തോത്രം. ഇന്ന് രാത്രി നമുക്കൊന്ന് ഏറ്റെടുക്കാം. നമ്മുടെ കൂടെ ആരാധിക്കേണ്ടവർ, നമ്മുടെ കൂടെ കർത്തൃമേശ എടുക്കേണ്ടവർ, സ്തോത്രം ദൈവിക വിടുതൽ കാണേണ്ടവർ, അവ ചില ജാതീയ ശക്തികൾ ചിലർ വന്ന് കീഴടങ്ങുന്നത് വരെ കർത്താവേ നീ ശാസിക്കണമേ. നമുക്ക് ആത്മാർത്ഥതയോട് വിളിച്ചു പറയാം. आज हम दिल से परमेश्वर से कहें, हमारे साथ आराधना करने वाला, हमारे साथ प्रार्थना करने वाला और उसके ऊपर प्रबल होने वाला हाली अंधकार का ताकतों को जब तक ये अन्य शक्तियां जब तक हमारा पग के नीचे नहीं आते हैं तब तक हम परमेश्वर से प्रार्थना करें, ये परमेश्वर उनको और ये ताकत से ऐसे लोग हमारे साथ आराधना करने वाले लोगों को छुड़ा दे। Praise the Lord. നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നത്, നമ്മുടെ ഭവനത്തിന്റെ അകത്തളത്തിൽ നിന്നുണ്ട് ദൈവത്തെ ഒന്ന് ആരാധിക്കാം, കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഞങ്ങൾ ഇനി പരാജയപ്പെട്ട് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ഞങ്ങൾ ജയിച്ചവരുടെ കൂട്ടത്തിലാ. ഞങ്ങളെ പരാജയപ്പെടുത്തിയ, ഞങ്ങളുടെ തലമുറകളെ പരാജയപ്പെടുത്താൻ നോക്കിയ, ഞങ്ങളുടെ സഭയെ തകർക്കാൻ നോക്കിയ ദുഷ്ടശക്തികളെ കർത്താവേ നീ ശാസിക്കണമേ. हम परमेश्वर से कहें,
प्रभु हमारे आराधना के विरोध में, हमारा परिवार के विरोध में, हमारे आत्मीय जीवन के विरोध में कड़े रहने वाला इस अंधकार का ताकतों को परमेश्वर अब ढांक दे, उनको निकाले करके हम परमेश्वर से हम प्रार्थना करें। ഹല്ലേലൂയ. സ്തോത്രം. हालेलुया, हालेलुया। അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കാട്ടങ്ങുക എന്ന് പറഞ്ഞു. കടലല്ല വിഷയം, തിരയല്ല വിഷയം, വിഷയം കാറ്റ. കുത്തിയിളക്കി വിടുന്ന ദുഷ്ട കാറ്റുകൾ കുടുംബജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുക, കുടുംബത്തെ കലക്കിക്കൊണ്ടിരിക്കുക, സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചില ആമേ പക്കന്റെ കർത്താവ് ചിലതിനെയൊക്കെ ശാസിക്കാൻ പോവാ. और परिवार के अंदर कई प्रकार तितर बितर करने वाला, शांति को नष्ट करने वाला, ऐसे ऐसे जो बातें डालने वाला अंधकार की ताकतों को परमेश्वर उसको ढांक दे, उसको निकालने के लिए हम परमेश्वर से प्रार्थना करें। ഹല്ലേലൂയ. സ്തോത്രം. Praise the അവൻ Lord. നമ്മെ നോക്കി എല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് പറയാൻ കാണും. സ്തോത്രം. സഹോദരങ്ങൾ തകർത്താലോ മറ്റുള്ളവർ ശാസിച്ചാലോ മാറിപ്പോകുന്നതല്ല നമ്മുടെ വാക്തത്വം. ലോകം മുഴുവനും പറഞ്ഞു. ആമേന്റെ സാക്ഷി ഞാൻ പിന്നെ ഒരിക്കൽ പറയാം. ആമേ എന്റെ ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡ് കാല് വയ്യാത്തതാ. ആമേ ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതം തകർന്നു പോകുമെന്ന് ലോകം മുഴുവനും വെല്ലുവിളിച്ചപ്പോഴും ഞങ്ങൾ കരങ്ങൾ കോർത്ത് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെടത്തില്ല, ഞങ്ങൾ ജയിച്ചവരുടെ കൂട്ടത്തിലാകും. ഇന്ന് 23 വർഷമായി വിവാഹം കഴിഞ്ഞ് തലമുറകളിലേക്ക് ശപിച്ചുകൊണ്ട് പലരും വെല്ലുവിളിച്ചപ്പോൾ കർത്താവ് 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. മൂത്ത മകന് 22 വയസ്സ്, ഇളയ മകന് 20 വയസ്സ്. സന്തോഷത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇതുവരെ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്നു. और कई सारे लोग हमारे जीवन को देखकर इसी प्रकार कहा था ये पराजित हो जाएगा, कभी भी ऊपर नहीं उठेगा, उनके जीवन इसी प्रकार है। इनका साक्षी बाद में एक दिवस वो बता देगी, क्योंकि उनका जीवन में उनका हस्बैंड का एक्सपायर में थोड़ा सा जो तकलीफ है, इसलिए लोग ऐसा टटामस्करी बहुत किया है। उस अवस्थे से परमेश्वर ने हमें उभारा, परमेश्वर ने हमें आगे लेके आया। अभी 2 बेटे लोग दिया है, बड़े बेटे का 22 उम्र हो गया और छोटे वाले को 20 उम्र हो गया। परमेश्वर ने उसको और अनुग्रह का तौर से आगे चला रहा है। ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. 3 യഹോവയുടെ ശാസനയാൽ ചെങ്കടൽ രണ്ടായി മാറി. और तीसरा, प्रभु ही परमेश्वर का मुंह से निकलने वाला जो दुर्गा का जो आवाज से, इसका मतलब और जो ढाका इस आवाज से और लाल समुद्र शांत हो गया। അടുത്തത് യെശയ്യാ 63 അധ്യായം അതിന്റെ 12 വാക്യം. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കൈക്ക് ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുൻപിൽ വെള്ളം വാഹിക്കുകയും അവരുടെ മരുഭൂമിയിൽ കൊണ്ടൊരു കുതിരയെ പോലെ ആമേൻ നടക്കുകയും ചെയ്തു. और 60 യെശയ്യാ 63 അധ്യായം അതിന്റെ 12 വാക്യം. और ऐसैया, और चौथी बात है ऐसैया 63 का उसका 12वीं कलम। और वहां पर इसी प्रकार परमेश्वर को वचन में लिखा है, जिसने अपने प्रतापी भुजबल से मूसा के दाहिने हाथ के साथ कर दिया, जिसने और उनके सामने जल को 2 भाग करके अपना सदा का नाम कर लिया। ഹല്ലേലൂയ. ആമേൻ. ഇവിടെ മോശ തന്റെ വലം കൈ നീട്ടി നിൽക്കുമ്പോൾ മോശയുടെ കയ്യിലേക്ക് ഇറങ്ങി വന്ന യഹോവയുടെ മഹത്വമുള്ള ഭുജം. और मूसा ने अपना हाथ दाहिने हाथ बढ़ाया है, उस दाहिने हाथ पर परमेश्वर का सामर्थ आकर और परमेश्वर का भुजबल आकर उसको सामर्थ बढ़ा दिया है। उसके द्वारा लाल समुद्र 2 भाग हो गया। ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. യഹോവയുടെ ഭുജം അത് പരാജയത്തിന്റെ ഭുജമല്ല, അത് ജയത്തിന്റെ ഭുജമാണ്. और परमेश्वर का जो भुजबल है पराजय का नहीं है, वो तो जय का है। ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ശക്തമായി നമുക്ക് കേൾപ്പിക്കാം. ഒന്ന്, ആമ കാറ്റടിപ്പിച്ചപ്പോൾ ചെങ്കടൽ രണ്ടായി. 2, और पहली बात है, जब आंधी आया है, प्रचंड आंधी आया, उसमें से हो गया है लाल समुद्र 2 भाग हो गया।
രണ്ട്, യഹോവയുടെ മൂക്കിലെ ശ്വാസത്താൽ ചെങ്കടൽ രണ്ടായി. और दूसरा, परमेश्वर का नाक से निकला हुआ जो श्वास से लाल समुद्र दो भाग हो गया. മൂന്ന്, യഹോവയുടെ ശാസനയാൽ ചെങ്കടൽ രണ്ടായി. और तीसरा, परमेश्वर डांटने से वो लाल समुद्र दो भाग हो गया. നാല്, യഹോവയുടെ മഹത്വമുള്ള ഭുജത്താൽ ചെങ്കടൽ രണ്ടായി. और चौथी बात है, परमेश्वर का महिमा का जो भुजबल है उसका साथ क्या हो गया है, ये लाल समुद्र दो भाग हो गया. ഹല്ലേലൂയ. അടുത്തത് നാം വായിച്ചത്, ആമേൻ, ഹല്ലേലൂയ, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തെ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നുണരണമേ. Praise the Lord. और praise the Lord. ഹല്ലേലൂയ. ഇവിടെ ആമേൻ, സ്തോത്രം, ഈ ആമേൻ യെശയ്യാവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക എന്ന്. और यहाँ पर यशायाह का एक प्रार्थना है, हे परमेश्वर का भुजा जाग और जाग. സ്തോത്രം. നമുക്ക് ഞാൻ വചനങ്ങളൊന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല, പക്ഷെ ഒറ്റ കാര്യം പറയാം. യെശയ്യാവ് ഇത് ആരോടാ പ്രാർത്ഥിക്കുന്നത്? യഹോവേ ഉണരുക എന്നല്ല, യഹോവയുടെ ഭുജമേ ഉണരുക. ആമേൻ, സ്തോത്രം. ഞാൻ ഒന്ന് പറഞ്ഞു വിടാം, യെശയ്യാവ് ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത് എന്ന്. यशायाह ये प्रार्थना किससे प्रार्थना करते हैं? ये यहोवा की भुजा जाग जाग करके ये किससे कहता है? സ്തോത്രം. ആമേൻ. ഞാൻ റെഫറൻസ് ഒന്ന് പറയാം. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യത്തിൽ അവതരിച്ച ഭുജം. और यशायाह का और जो पुस्तक उसका 30 अध्याय उसका 30 कलम है. और परमेश्वर का वचन में इसी प्रकार जो और लिखा है, यहोवा अपनी प्रतापी वाणी सुनाया और अपना क्रोध भड़काता और आग से भस्म करता हुए अपना प्रचंड आंधी और अधिवर्ष से ओले के साथ भुजबल दिखाएगा. അമ്മ, സ്തോത്രം. വാക്യം പറഞ്ഞു വിടണോ? സമയമില്ലാത്തതുകൊണ്ട് വാക്യം വായിച്ചാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു വിടുക. യെശയ്യാവ് 52-ന്റെ 10-ാം വാക്യത്തിൽ അവൻ നഗ്നമാക്കപ്പെട്ട ഭുജം. और यशायाह उसका 52 अध्याय 52 का 10 में लिखा है, नंगा वाला परमेश्वर का पवित्र और अपने पवित्र भुजा प्रकट करते हैं. ആമേൻ. യെശയ്യാവ് 59-ാം അധ്യായം 16-ാം വാക്യത്തിൽ രക്ഷ വരുത്തിയ ഭുജം. और उसका और 59 अध्याय का 16 कलम में उद्धार दिया हुआ परमेश्वर का भुजा करके लिखा है. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഭരിക്കാൻ പോകുന്ന ഭുജം. और उसका 40 अध्याय का और 10 कलम में लिखा है, शासन करने वाला परमेश्वर का भुजा. ആമേൻ. ഒന്ന് അവതരിച്ച ഭുജം. ഒന്നാമത്തെ അവതരിച്ച ഭുജം. और एक तो अवतार किया हुआ जो परमेश्वर का भुजा. രണ്ടാമത്തെ നഗ്നമാക്കപ്പെട്ട ഭുജം. और दूसरा नंगा किया हुआ परमेश्वर का पवित्र भुजा. മൂന്നാമത്തത് രക്ഷ വരുത്തിയ ഭുജം. तीसरा उद्धार दिया हुआ परमेश्वर का भुजा. നാലാമത്തത് ഭരിക്കാൻ പോകുന്ന ഭുജം. चौथा शासन करने वाला परमेश्वर का भुजा. ഇങ്ങനെ ഒരു വ്യക്തിത്വ പ്രകാരം ഈ വേദപുസ്തകത്തിൽ ഉണ്ടെങ്കിൽ അത് ആരാ? और ऐसा जो भुजा है तो किसका भुजा होगा? അതെന്റെ യേശു കർത്താവാണ്. वो हमारा प्रभु यीशु मसीह का भुजा है. यीशु मसीह है. യേശുവിന്റെ ഇവിടെ യഹോവയുടെ ഭുജമേ ഉണരുക, യേശുവേ ഞങ്ങൾക്ക് വേണ്ടി ഉണരണമേ. നീയല്ലേ രഹബിനെ വെട്ടിയത്, നീയല്ലേ മഹാസർപ്പത്തെ കുത്തിയത്, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഉണരണമേ. क्योंकि ये तो
यहोवा का पूजा कौन है? प्रभु यीशु मसीह है। वही अजगर को आले कुचाला है, वही रहब को काट डाला है, वही बुझा है। वो बुझा हमारे लिए जागने के लिए हम परमेश्वर से प्रार्थना करें। രഹബ് ഒരു ദുഷ്ട ശക്തിയാ. और रहब है एक दुष्ट और शक्ति है, ताकत കടലിന്റെ നായകനാണ് രഹബ്. है। കടലിന്റെ നായകനാണ്, സമുദ്രത്തിന്റെ वो നായകനാണ് രഹബ്. वो समुद्र का और अगुवाई देने वाला समुद्र का नेता है ये जो रहब है। ആമേൻ. പഴയ പാമ്പ് പിശാചാണ്, മഹാസർപ്പം. और पुराना जो अजगर है, जो जिसको पाप में गिराया था, वो ये रहब है। അപ്പോൾ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്തം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് അവരെ മുൻപോട്ട് വിടാത്ത രഹബിനെയും മഹാസർപ്പത്തെയും ഇറങ്ങി വെട്ടിയതും കുത്തിയതും എന്റെ യേശുവേ നീയല്ലയോ. क्योंकि इस्राएल लोगों को कनान देश कभी नहीं दिखाएगा, आगे नहीं चलाएगा करके बोलकर और रोकने वाला जो रहब और जो अजगर को कौन मार डाला है? प्रभु यीशु मसीह को आकर उसको क्या किया है? मार डाला है, खत्म किया है, लोगों को आगे जाने दिया है। हालेलुया, हालेलुया, जीसस, थैंक यू लॉर्ड। ജീസസ്, താങ്ക് യു. നമ്മുടെ തലമുറകളെ മുൻപോട്ട് വിടാത്ത, നമ്മുടെ ശുശ്രൂഷയെ തകർക്കുന്ന, നമ്മുടെ ആരോഗ്യത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചില രഹബിന്റെ ശക്തികള്, ചില മഹാസർപ്പത്തിന്റെ ശക്തികള് എന്റെ കർത്താവിന്റെ കരമിറങ്ങി അതിനെ തകർത്തു കളയും. പരിശുദ്ധാത്മ വ്യക്തമായി ഇടപെടുകയാ. आज रात्रि पवित्र आत्मा सचमुच में अपने से बात करता है। हमारा परिवार के विरोध में, हमारे बच्चों के विरोध में, अपना भविष्य के विरोध में, हमारे आत्मीय जीवन के विरोध में आगे नहीं बढ़ाएगा, आगे नहीं चलाएगा करके बात करने वाला ऐसे जो रहब और अजगर ताकतों को प्रभु यीशु मसीह का साफ बताकर उसको काट कर और कुचल कर और नीचे गिराया जाएगा। हालेलुया। ചില വ്യക്തികളോട് കർത്താവ് ഈ വചനം ശക്തമായി സംസാരിക്കുക. कुछ व्यक्तियों से परमेश्वर के इस वचन ताकत के साथ, सामर्थ के साथ बात करता है ശക്തമായിട്ട് നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം. और इस वचन अपने जीवन में अपना लिया जाए। അതെ, സ്വത്രം. ഒരു കാര്യത്തോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ, ആമേൻ. ആബീബ് മാസം 10-ാം തീയതി മാറ്റിക്കെട്ടിയ ഒരു ഊനമില്ലാത്ത ആട്. और एक और बात बोलकर मैं समाप्त करने के लिए चाहता हूं। और अभी महीना का जो पहला महीना है उसका 10वां तारीख को एक मेमने को अलग कर रखा है। 14-ാം തീയതി അതിനെ അറുത്ത് और 14 तारीख को उसको काट कर അതിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ और उसका रक्त के द्वारा जो चुड़ाए हुए इस्राएली लोग आगे जब जाते समय पर അവർക്ക് വിരോധമായി നിന്ന രഹബിനെ വെട്ടിയെങ്കിൽ और उसका विरोध में खड़े रहने वाले रहब को परमेश्वर ने काट डाला, तो അവർക്ക് വിരോധമായി നിന്ന മഹാസർപ്പത്തെ കുത്തിയെങ്കിൽ और उसका विरोध में रहने वाला पुराना जो अजगर है उसको परमेश्वर ने कुचाला है, तो സ്വന്തം ചങ്കിലെ ചോര കൊണ്ട് വീണ്ടെടുത്ത എനിക്ക് നിനക്കും വിരോധമായി നിൽക്കുന്ന മഹാസർപ്പത്തിന്റെ ശക്തികള്, രഹബിന്റെ ശക്തികളെ എന്റെ യേശു ഇറങ്ങി വെട്ടിക്കളയോ. अपना खुद का जो सीने का लहू से हमें मोल लिया हुआ हमारा प्रभु यीशु मसीह आलिया हमारे विरोध में खड़े रहने वाला पुराना अजगर और रहब का शक्ति को जरूर उसको खत्म किया जाएगा। ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക, കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക. കർത്താവ് ഞങ്ങളെ മുൻപോട്ട് വിടാത്ത രഹബ്, ഞങ്ങളുടെ വാഗ്ദത്തത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ഉയർച്ചയ്ക്കെതിരെ വെല്ലുവിളിക്കുന്നതിലെ രഹബിന്റെ ശക്തികൾ യേശുവേ നീ ഇറങ്ങി വരണമേ. നീ നമുക്ക് വേണ്ടി വെളിപ്പെടണം. കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്ക. आज रात्रि हम परमेश्वर के हाथों में अपना जीवन को समर्पण कर प्रार्थना करे। हे परमेश्वर, पुराना अजगर को, पुराना रहब को यदि परमेश्वर ने उत्तर कर काट डाला तो हमारा प्रभु आपका सीने से
निकला हुआ रक्त से आपने हमें मोल लिया है, तो परमेश्वर हमारे लिए उत्तर कर कार्य करे करके आज दिल से हम प्रार्थना प्रभु से करें। ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. हमारे आंखों को बंद करें, एक ही शब्द में हम प्रार्थना करें। സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. हमारे प्यारे प्रभु जी, और हम आपको धन्यवाद और स्तुति करते हैं। ആരോടും തുറന്നു പറയാൻ കഴിയാതെ തകർക്കപ്പെട്ട് വേദനപ്പെട്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി സ്വർഗം ഇറങ്ങി വരണമേ. प्रभु जी, किसको बोलो, कैसे बोलो करके सोच कर बैठने वाला हमारे प्रभु जी बहनों के लिए आज आप उत्तर कराने के लिए आपसे प्रार्थना करते हैं। അടുത്ത നിമിഷം എന്താകുമെന്ന് അറിയാൻ കഴിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിനു വേണ്ടി സ്വർഗം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. प्रभु अगला घड़ी में क्या होगा, कैसा होगा, सोच कर रहने वाला अपने लोग के लिए परमेश्वर उत्तर कराने के लिए आपसे प्रार्थना करते हैं। ആമേ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും കർത്താവ് പറഞ്ഞ വാഗ്ദത്തം മാറിപ്പോകത്തില്ല. और परिस्थिति कितना भी हमारा विपरीत होगा, परमेश्वर का वायदा कभी भी वो बदलेगा नहीं। ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എത്തിക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ കർത്താവ് ശക്തനാ. प्रभु परमेश्वर अपने को, अपने बच्चे को, हमारे परिवार को उद्धार करने के लिए, सुरक्षित रखने के लिए आप सामर्थी है। കർത്താവിന്റെ വരവേറ്റമെടുത്തിരിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ഭക്തി തികച്ചുകൊണ്ട് വിശുദ്ധിയോടെ ദൈവനാമത്തിന്റെ പേരെ സഹായിക്കും. ദൈവനാമ മഹത്വം എടുക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. प्रभु यीशु मसीह आपका आखिरी आगमन, आपका दोबारा आगमन जिनके हम सब जानते हैं प्रभु जी, उसके लिए तैयार होकर और निष्कलंक होकर हमें रहने के लिए हम सभी को साथ और मदद कर। हमारी प्रार्थना आपने सुना, धन्यवाद यीशु मसीह के नाम से मांगते हैं।